2024 ജൂലൈ 13 ശനി. ഇന്ന് 1199 മിഥുനം 29. വാർത്തകൾ വായിക്കുന്നത് ജി രവി. 2028 വിഴിഞ്ഞം പദ്ധതി പൂർണ്ണമാകുമെന്ന് മുഖ്യമന്ത്രി. ആദ്യ മദർഷിപ്പിന് സ്വീകരണം ഒക്ടോബറിൽ അടുത്ത ഘട്ടമെന്ന് അദാനി. പ്രതീക്ഷിച്ചതിനേക്കാൾ 17 വർഷം മുൻപ് വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ സജ്ജമാകുമെന്നും 2028 4 ഘട്ടങ്ങളും പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിസ്ഥിതി അനുമതി ഉൾപ്പെടെയുള്ളവ ലഭിച്ചാൽ ഈ വർഷം ഒക്ടോബറിൽ തന്നെ അടുത്ത ഘട്ടങ്ങളുടെ നിർമ്മാണം തുടങ്ങുമെന്ന് കരൺ അദാനി പറഞ്ഞു. തുറമുഖത്ത് കണ്ടെയ്നറുകളുമായി എത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് സ്വീകരണം നൽകുന്ന സമ്മേളനത്തിലായിരുന്നു ഇരുവരുടെയും പ്രഖ്യാപനം. ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് പ്രതിവർഷം 10 ലക്ഷം TEU, അതായത് 20 ഫൂട്ട് ഇക്വലൻ്റ് യൂണിറ്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണെങ്കിലും 15 ലക്ഷം TEU വരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും കരൺ പറഞ്ഞു. നിലവിലെ കരാർ പ്രകാരം 2045 4 ഘട്ടങ്ങളായി പദ്ധതി പൂർത്തിയാക്കേണ്ടത്. 2028-29 പദ്ധതി പൂർത്തിയാക്കുന്നതിന് അദാനി ഗ്രൂപ്പുമായി കരാർ ഒപ്പിടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതോടെ സംസ്ഥാന സർക്കാരിൻ്റെയും അദാനി വിഴിഞ്ഞം പോർട്ടിൻ്റെയും ആകെ നിക്ഷേപം 20,000 കോടി കവിയും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ പ്രതിപക്ഷത്തു നിന്ന് കോവളം MLA M. വിൻസെൻ്റ് പങ്കെടുത്തു. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ രാജ്യാന്തര ലോബി ഇടപെട്ടെന്ന ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. കഴിഞ്ഞ വർഷം ക്രെയിനുമായി വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഷെൻഹുവ കപ്പലിന് സ്വീകരണം നൽകിയ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണമാണ് ഇന്നലെ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് സ്വീകരണം നൽകുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആവർത്തിച്ചത്. രാജ്യാന്തര ലോബികൾ ഇത് യാഥാർത്ഥ്യമാകാതിരിക്കാൻ രംഗത്തുണ്ടായിരുന്നു. ചില വാണിജ്യ ലോബികളും രംഗത്തുണ്ട്. പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ചിലർ നടത്തിയ പ്രക്ഷോഭവും ഇതിനോട് ചേർത്ത് കാണണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖമായി ഉയരണമെന്ന് നമുക്ക് പണ്ട് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. അതിനെ അഴിമതിക്കും ചൂഷണത്തിനുമുള്ള ഉപാധിയായി ആരും മാറ്റരുതെന്നു മാത്രമായിരുന്നു നിഷ്കർഷ. അതിൻ്റെ പഴുതുകൾ അടച്ചു തന്നെ ഈ തുറമുഖം പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2006 LDF സർക്കാർ പദ്ധതിയുടെ ടെൻഡർ നൽകിയപ്പോൾ അത് ചൈനീസ് കമ്പനിയാണെന്ന് ചിലർ ആക്ഷേപിച്ചതും മൻമോഹൻ സിംഗ് സർക്കാർ അനുമതി റദ്ദാക്കിയതും ചരിത്രമാണ്. പദ്ധതി നടപ്പാക്കാൻ 2012 LDF നടത്തിയ കൺവെൻഷനും 212 ദിവസത്തെ സമരവും വിഴിഞ്ഞത്തിൻ്റെ നാഴികക്കല്ലിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. EDയോട് കോടതി നിയമം എല്ലാവർക്കും ഒരുപോലെ വേണം. താൽപ്പര്യമനുസരിച്ച് അറസ്റ്റ് പാടില്ല. കേസുകളിലെ സ്ഥിതി ആശങ്ക ഉയർത്തുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിയമം നടപ്പാക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ വേണമെന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. EDയുടെ തന്നെ വെബ്സൈറ്റിലെ കണക്കുകളിൽ പ്രകടമാകുന്ന പക്ഷപാത സമീപനം ചൂണ്ടിക്കാട്ടിയാണ് നിരീക്ഷണം. EDയുടെ വെബ്സൈറ്റ് പ്രകാരം 2023 വരെ 5906 കേസുകൾ രജിസ്റ്റർ ചെയ്തു. എന്നാൽ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള പരിശോധന നടന്നത് 531 കേസുകളിൽ മാത്രമാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെട്ട കേസുകളിലും വ്യത്യാസം പ്രകടമാണ്. കേസുകളിലെ സ്ഥിതി ചില ആശങ്ക ഉയർത്തുന്നുണ്ട്. ED ഒരുപോലെയും സ്ഥിരതയോടെയും ഇടപെടുകയും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കുകയും വേണമെന്നും കോടതി നിരീക്ഷിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിലെ അറസ്റ്റ് സംബന്ധിച്ച 19-ാം വകുപ്പ് ED ഉദ്യോഗസ്ഥർക്ക് സ്വന്തം താൽപ്പര്യമനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയില്ല. ഗുരുതര സംശയമുണ്ടെന്നതിൻ്റെ പേരിൽ മാത്രം അറസ്റ്റ് പാടില്ല. ആരോപണം നേരിടുന്നയാൾ കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കാൻ പോന്ന കാരണങ്ങൾ കേസിലുണ്ടായിരിക്കണം. ഒരാൾക്കെതിരെ ആവശ്യമുള്ള തെളിവുകൾ മാത്രം സ്വീകരിക്കുകയും മറ്റുള്ളവ അവഗണിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഏകപക്ഷീയ സമീപനം ഉദ്യോഗസ്ഥർക്ക് സ്വീകരിക്കാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. UN ജനസംഖ്യാ റിപ്പോർട്ട് ഇന്ത്യ കുതിക്കും പിന്നെ കിതയ്ക്കും. ഇന്ത്യയുടെ ജനസംഖ്യ 2060-കളിൽ 170 കോടിയായതിനു ശേഷം പിന്നീട് 12% കുറയുമെന്ന് UN ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട്. എങ്കിലും ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ തന്നെയായിരിക്കും. ലോക ജനസംഖ്യയിലും 50-60 വർഷത്തേക്ക് വളർച്ചയാണ്. 2080-കളിൽ 1030 കോടിയായി ഉയർന്ന ശേഷം ക്രമേണ കുറഞ്ഞ് നൂറ്റാണ്ടിൻ്റെ അവസാനം 1020 കോടിയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജനസംഖ്യയിൽ ലോകത്തെ ഒന്നാമത്തെ രാജ്യമെന്ന പദവി 2100-ലും ഇന്ത്യക്കായിരിക്കും. ഇന്ത്യയുടെ ജനസംഖ്യ ഇപ്പോൾ 145 കോടിയാണ്. 2054-ൽ ഇത് 169 കോടിയാകും. പിന്നീട് കുറഞ്ഞ്
2100-ൽ 150 കോടിയാകും. ചൈനയിൽ ഇപ്പോൾ 141 കോടി ജനങ്ങളാണുള്ളത്. 2054-ൽ ഇത് 121 കോടിയായി കുറയും. 2100-ൽ ഇത് പകുതിയോളം കുറഞ്ഞ് 63.3 കോടിയാകും. ജപ്പാനും റഷ്യയും ഇതുപോലെ വൻതോതിൽ ജനച്ചുരുക്കം നേരിടേണ്ടി വരും. നിലവിലെ ജനസംഖ്യാ നിരക്ക് തുടരാൻ ഒരു സ്ത്രീക്ക് 2.1 കുട്ടികൾ വീതം ജനിക്കണം. അതായത് 10 പേർക്ക് 21 കുട്ടികൾ. ഇത് 1.8, അതായത് 10 പേർക്ക് 18 കുട്ടികൾ എന്ന നിരക്കിൽ താഴേക്ക് പോകുമ്പോൾ ജനച്ചുരുക്കം പ്രകടമാകും. ലോകത്തെ പകുതിയിലേറെ രാജ്യങ്ങളിലും ഇപ്പോൾ പ്രത്യുൽപാദന നിരക്ക് 1.4-ലും താഴെയാണ്. ആഗോള പ്രത്യുൽപാദന നിരക്ക് 1990-ൽ 3.31 ആയിരുന്നത് ഇപ്പോൾ 2.2 കുറഞ്ഞിട്ടുണ്ട്. 2054-ൽ 38.9 കോടിയോടെ ജനസംഖ്യയിൽ പാകിസ്ഥാൻ 3-ാം സ്ഥാനത്തെത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇപ്പോൾ മൂന്നാമതുള്ള US-ലെ ജനസംഖ്യ അന്ന് 34.5 കോടിയായിരിക്കുമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ലോക ജനസംഖ്യാ റിപ്പോർട്ടിൽ പറയുന്നു. വിലക്കയറ്റം 5.08%, ഭക്ഷ്യവസ്തുക്കൾക്ക് 9.36%. 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. ജൂണിൽ രാജ്യമാകെയുള്ള വിലക്കയറ്റ തോത് 4 മാസത്തെ ഉയർന്ന നിരക്കായ 5.08%. മെയ്യിൽ ഇത് 4.8%. ഒരു വർഷത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു ഇത്. പച്ചക്കറിയുടെ അടക്കം വിലയിലുണ്ടായ വർധനയാണ് ജൂണിലെ ഉയർന്ന കണക്കിൽ പ്രതിഫലിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റ തോത് മെയ്യിൽ 8.69% ആയിരുന്നത് 9.36% കൂടി. ജനുവരി മുതൽ ഓരോ മാസവും നിരക്ക് കുറയുകയായിരുന്നു. കഴിഞ്ഞ 10 മാസമായി റിസർവ് ബാങ്ക് ലക്ഷ്യമിട്ട പരമാവധിയായ 6%-നുള്ളിലാണ് നിരക്ക്. ഇത് 4%-ലെത്തിക്കുകയാണ് RBIയുടെ ആത്യന്തിക ലക്ഷ്യം. വിലക്കയറ്റം 4%-ന് താഴെയെത്തിയാൽ മാത്രമേ പലിശ കുറയ്ക്കൂ. കേരളത്തിലെ വിലക്കയറ്റ തോത് മെയ്യിൽ 5.47% ആയിരുന്നത് ജൂണിൽ 5.83% കൂടി. നഗരമേഖലകളിലെ വിലക്കയറ്റം 5.18%-വും ഗ്രാമങ്ങളിലേത് 6.23%-വുമാണെന്ന് കണക്കുകൾ പറയുന്നു. ഗാസ സിറ്റിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറ്റം ആരംഭിച്ചു. സൈന്യമൊഴിഞ്ഞ മേഖലകളിൽ നിന്ന് കണ്ടെടുത്തത് 60 മൃതദേഹങ്ങൾ. ഒരാഴ്ചയിലേറെ നീണ്ട രൂക്ഷമായ ആക്രമണങ്ങൾക്ക് ശേഷം ഗാസ സിറ്റിയിലെ ചില മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി. നഗരത്തിലെ തലാൽ ഹവ മേഖലയിൽ നിന്ന് 60 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് വിവരം. അതേസമയം നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ തുടരുകയാണ്. കഴിഞ്ഞ വർഷാവസാനം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസ സിറ്റിയിൽ വീണ്ടും ഹമാസ് സംഘം ചേർന്നതാണ് കഴിഞ്ഞയാഴ്ചത്തെ ആക്രമണത്തിന് കാരണം. സൈന്യം പിൻവാങ്ങിയ നഗരമേഖലകളിലെ ജനങ്ങൾ മടങ്ങിയെത്താൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. ഖാൻ യൂനിസിൽ UK ആസ്ഥാനമായ സന്നദ്ധ സംഘടന അൽ ഖൈറിൻ്റെ 4 പ്രവർത്തകർ ഇസ്രായേൽ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. അതിനിടെ ദോഹയിലും കൈറോയിലുമായി പുരോഗമിക്കുന്ന സമാധാന ചർച്ചയിൽ ഗാസ ഇസ്രായേൽ അതിർത്തിയിൽ ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുന്നതിന് നിർദ്ദേശം ഉയർന്നതായി റിപ്പോർട്ടുണ്ട്. സൈന്യം ഗാസ വിട്ടാലും ഈജിപ്ത് അതിർത്തിയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കില്ലെന്നാണ് ഇസ്രായേൽ നിലപാട്. ഹമാസിനൊപ്പം മധ്യസ്ഥരായ ഈജിപ്തും ഇത് അംഗീകരിക്കുന്നില്ല. പകരമാണ് ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനമെന്ന ആശയമുയർന്നത്. ബന്ദികളുടെ മോചനവും ഇസ്രായേൽ സൈനിക പിന്മാറ്റവും സാധ്യമാക്കുന്ന 3 ഘട്ട വെടിനിർത്തൽ പദ്ധതിയുടെ ചർച്ചകളിൽ ഇസ്രായേൽ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 38,345 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 88,295 പേർക്കാണ് പരിക്കേറ്റത്. തൊഴിലുറപ്പ് മുൻകരുതലിന് നിർദ്ദേശം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കാനും തനത് ഫണ്ടിൽ നിന്ന് ഇതിനുള്ള തുക വിനിയോഗിക്കാനും സർക്കാർ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി. ജലസംരക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾക്ക് എലിപ്പനി പോലെ പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞ് ഇവർക്ക് സുരക്ഷാ സാമഗ്രികൾ വാങ്ങുന്നതിൽ നിന്ന് സംസ്ഥാനത്തെ മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിട്ടുനിൽക്കുകയായിരുന്നു. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ ഇനി ഇക്കാര്യത്തിൽ ഉപേക്ഷ കാട്ടാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. ഓരോ ഗ്രാമപഞ്ചായത്തും 40 ജോഡി ഗംബൂട്ടും 80 ജോഡി കയ്യുറയും വാങ്ങി തൊഴിലാളികൾക്ക് നൽകാനും നിർദ്ദേശമുണ്ട്.
തൊഴിലാളികളിൽ ചിലർ സ്വന്തം നിലയിൽ ഇത് വാങ്ങുന്നുണ്ട്. എന്നാൽ ഇതിന് കഴിയാത്തവർ ഒരു മുൻകരുതലും എടുക്കാതെയാണ് മലിനജലത്തിലും മറ്റും ഇറങ്ങി പണിയെടുക്കുന്നത്. സംസ്ഥാനത്ത് എലിപ്പനി ബാധിതരിൽ നല്ലൊരു വിഭാഗം തൊഴിലുറപ്പ് തൊഴിലാളികളാണെന്ന് കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് 26 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ശുഭദിനം. നന്ദി.